എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഓഹരി വിപണിയിലെ ഒരു അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ഓഹരി അത് 5 വർഷം മുമ്പ് ഏകദേശം 30 പൈസയിൽ നിന്ന് ഇപ്പോഴത് 28 രൂപയിലേക്കാണ് കുതിച്ചത്. അപ്പോൾ 5 വർഷത്തെ ലാഭം ഏകദേശം 82,233%. അപ്പോൾ അന്ന് 1 ലക്ഷം ഇട്ടവർക്ക് ഇന്ന് അതിൻ്റെ മൂല്യം ഏകദേശം 8 കോടി രൂപയാണ് കിട്ടുക. അപ്പോൾ ആ ഷെയറിനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഓഹരി വിപണിയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം, യെസ് ബാങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ സംഭവങ്ങളും ഇല്ലേ, ജയപ്രകാശ് അസോസിയേറ്റിന് എന്ത് സംഭവിച്ചു, അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ 2 സംഭവങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആഗോള പ്രതിസന്ധികൾ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ശ്രദ്ധാപൂർവമായ സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ് നിർണായകമാകും. സമഗ്രമായ ഗവേഷണവും വിശദമായ വിശകലനവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിപണിയെ നിരന്തരം മറികടക്കുന്നത് നിക്ഷേപകർക്ക് മൾട്ടിബാഗ് റിട്ടേണുകൾ നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ്. ഓഹരികളുടെ മുന്നേറ്റം നിക്ഷേപകർക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 82,233% വളർച്ചയാണ് ഈ ഓഹരി നേടിയത്. 2020 സെപ്റ്റംബറിൽ 30 പൈസ വിലയുണ്ടായിരുന്ന ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് ഓഹരി വില ഇപ്പോൾ 28 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 5 വർഷം മുമ്പ് ഓഹരിയിൽ 1 ലക്ഷം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം 8 കോടിക്ക് മുകളിലായിരിക്കും. ഓഹരിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. കൺസ്യൂമർ ഫുഡ്സ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ്, ബേക്കറി പ്രൊഡക്ട്സ്, മറ്റു പ്രൊഡക്ട്സ്, ഫുഡ് ഐറ്റംസ് തുടങ്ങിയവ വിപണിയിൽ ഇറക്കുന്നുണ്ട്. നേരത്തെ ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. BSEയിൽ നമ്മൾ പറഞ്ഞു 28 രൂപ എന്നത് നിലവിൽ ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വില. 5 ദിവസത്തിനിടെ ഏകദേശം 28% വളർച്ച നേടാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 41% ഒരു മാസത്തെ മുന്നേറ്റം. 6 മാസത്തിനിടെ ഏകദേശം 20% നേട്ടമുണ്ടാക്കാനും ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 1 തീയതി 10 രൂപയിൽ നിന്ന് 1 രൂപയിലേക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റും കഴിഞ്ഞ വർഷം ഏപ്രിൽ 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ നടന്നിരുന്നു. എന്നാൽ 5 വർഷത്തെ നേട്ടം സംബന്ധിച്ച് ഇവിടെ നൽകിയ കണക്കുകളിൽ പോസ്റ്റ് ബോണസ്, പോസ്റ്റ് സ്പ്ലിറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി 2025 ജൂൺ പാദത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അറ്റ വിൽപ്പന വാർഷികാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 78% ഉയർന്നിട്ട് 249 കോടിയിൽ വന്നിട്ടുണ്ട്. ഇത് 5 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണ്. പ്രവർത്തന ലാഭം നോക്കിക്കഴിഞ്ഞാൽ 25 കോടിയായി ഉയർന്നത്. അതിൻ്റെ മുന്നേറ്റം നിലനിർത്തുന്നുണ്ട്. അതേസമയം നികുതിക്ക് മുമ്പുള്ള ലാഭം വർഷം തോറും 77% ഉയർന്ന് 24 കോടി രൂപയിൽ ആയി വന്നിട്ടുണ്ട്. നികുതിക്ക് ശേഷമുള്ള ലാഭം വർഷം തോറും 51% വർദ്ധിച്ച് 19 കോടിയായിട്ടുണ്ട്. മെച്ചപ്പെട്ട ലാഭക്ഷമതയോ ഉയർന്ന ഓഹരി ഉടമകളുടെ വരുമാനം പ്രതിഫലിക്കുന്ന ഒരു ഓഹരിയുമായുള്ള വരുമാനം, അതായത് EPS 0.84 വർദ്ധിച്ചിട്ടുണ്ട്. പ്രൊമോട്ടർമാരുടെ കയ്യിൽ ഏകദേശം 53% ഓഹരികൾ ഉണ്ട്. റീറ്റെയിൽ നിക്ഷേപകരുടെ കൈവശം 46% ഓഹരികളും ആണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളെല്ലാം ഞാൻ വിവിധങ്ങളായ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെടുത്ത ഡാറ്റകൾ വെച്ചിട്ടുള്ള ഒരു അവലോകനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ബൈ സെൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങാനോ വിൽപ്പനയോ ഒരു ശുപാർശയായോ ഇത് കാണാനുണ്ട്. ഇതൊരു വിജ്ഞാന എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം, അതായത് ഇങ്ങനത്തെ സംഭവങ്ങളും മാർക്കറ്റിൽ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചാർട്ട് നമ്മൾ BSEയിൽ മാത്രം ഈ സ്റ്റോക്ക് ഉള്ളൂ. ട്രേഡിംഗ് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ, അതായത് 5 വർഷത്തെ ചാർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. അതിന് വേണ്ടിയിട്ട് ആ ചാർട്ടിൻ്റെ ഏകദേശം രൂപം കിട്ടാനായിട്ട് സ്ക്രീനർ എന്ന സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശ രൂപം കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.